റമദാൻ മാസത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് അത്താഴം എന്ന് പറയുന്നത്. ആത്മീയവും ആരോഗ്യപരമായി അത്താഴത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്നാൽ നല്ലൊരു അത്താഴം എവിടെ കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗസൽ റെസ്റ്റോറൻറ്റിലാണ്. ഇഫ്താറിൻ്റെ കൂടെ പിന്നെ ബിരിയാണി, പൊറോട്ട, പിന്നെ നീർദോശ, നെയ്സ്പത്രി, അതേപോലെ തന്നെ നെയ്പ്പത്തിൽ കറി, പിന്നെ ഒരുപാട് തരം കറികളുണ്ട്. ബീഫ് കറി, പിന്നെ അതേപോലെ ചിക്കൻ ഫ്രൈ, മട്ടൺ, ഫിഷ്, ഇത്രയുണ്ട്. സുഹൂർ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു ബിരിയാണി, അത് ചിലപ്പോൾ ചിക്കനായിരിക്കും, ചിലപ്പോൾ പിന്നെ മട്ടനായിരിക്കും, ബീഫായിരിക്കും. ഇന്നിപ്പോൾ ഞങ്ങളുടെ സ്പെഷ്യൽ ലഗോൺ ബിരിയാണി ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ഫ്രൈ ഉണ്ട്, ഫിഷ്, അത് ഫ്രീ ആണ്. പിന്നെ ഇഷ്ടംപോലെ പലതരം പേയ്മെൻ്റ് ആയിട്ടുള്ള ഫിഷസ് ഉണ്ട്. ആൾക്കാർ സന്തോഷത്തോടെ കഴിക്കുക എന്നുള്ളതാണ് ഓവറോൾ. ഇപ്പോൾ സാധാരണ ഇഫ്താറിൻ്റെ ടൈമിൽ ഒരു 4:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 4:30 മുതൽ ആളുകൾ വരാൻ തുടങ്ങും. അതേപോലെ തന്നെ സുഹൂർ ഒരു 10:45, 10:45 ആളുകൾ വന്നു തുടങ്ങും. അത് ഏകദേശം ഒരു 3 o'clock വരെ ഉണ്ടാവും. ഓവറോൾ 200 ആൾക്കാർക്ക് ഇവിടെ കപ്പാസിറ്റി ഉണ്ട്. ബോർഡ് റൂമുണ്ട്, മീറ്റിംഗ് വലിയ ഹാളുണ്ട്, അതേപോലെ തന്നെ ഈ കാണുന്ന ഏരിയകളൊക്കെ ഉണ്ട്. ഞങ്ങളിപ്പോൾ 2ാമത്തെ ബ്രാഞ്ച് ഇവിടെ തുറക്കാൻ കാരണം തന്നെ ഞങ്ങളെ പറ്റിയുള്ള പോസിറ്റീവായ അഭിപ്രായങ്ങളാണ്. ഫുഡിനെ പറ്റി ഞങ്ങൾക്ക് ഫുഡ് വിൽക്കുക എന്നുള്ളതാണ്. ഇതിനേക്കാൾ അപ്പുറത്ത് ആളുകൾ ഭക്ഷണം കഴിച്ചിട്ട് നല്ല അഭിപ്രായം പറയാനാണ്. 2ാമതാണ് പൈസ. നല്ല ഭക്ഷണം കഴിക്കുക, അത് ക്വാളിറ്റിയുള്ള ഫുഡ് കഴിക്കുക, അത് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അക്കാര്യത്തിൽ മാക്സിമം നല്ല ഫുഡ് കൊടുക്കുക, ആളുകൾ സന്തോഷമായിട്ട് തിരിച്ചു പോവുക, അത് തന്നെയാണ് നമ്മുടെ മോട്ടീവ്. ഇവിടുത്തെ ഫുഡുകളൊക്കെ നമ്മുടെ നാടൻ കറികളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുഡാണ്. സത്യത്തിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇരിക്കാൻ പറ്റാണ്ട് പുറത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. പ്രത്യേകിച്ച് നോമ്പിന് 22 ദിർഹംസിന് ഇവിടെ എല്ലാ ഫുഡും അൺലിമിറ്റഡ് ആയിട്ട് ബൊഫെ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷനിൽ അത്താഴമാണ് സ്പെഷ്യലായിട്ടുള്ളത്. ഇനിയുള്ള ഇത് അവരുടെ മാനേജ്മെന്റിനോട് ചോദിക്കുമ്പോൾ വളരെ നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങളും നല്ലൊരു മെനുവും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ വളരെ സ്വാദിഷ്ടമായ ഭക്ഷണമാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു ആംബിയൻസ് വളരെ വയറും മനസ്സും നിറഞ്ഞു എന്ന് തന്നെ പറയാം. നല്ലൊരു ഫുഡായിരുന്നു. ഞങ്ങൾ മിനിയാന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡിൻ്റെ വിശേഷങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഇന്ന് വീണ്ടും ഫാമിലി എല്ലാവരും ആയിട്ട് വന്നത്. നല്ല ഫുഡായിരുന്നു. ഞാൻ ബീഫ് ബിരിയാണി തിന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു അത്താഴം എന്ന ലെവലിൽ സ്പെഷ്യലായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഹോട്ടൽ ഗസലിൽ ഇവിടെ വന്നാൽ മതി. നല്ല ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. സൂപ്പറാണ്. നാടൻ അത്താഴം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഗസലിൽ വന്നാൽ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നു, 2ാമത് റിപ്പീറ്റ് വന്നാണ്. നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് വന്നാണ്. സൂപ്പർ. ഭാര്യയൊക്കെ കടത്തി വെട്ടി അടിപൊളി, സൂപ്പർ. കുടുംബത്തോടൊപ്പം നല്ല സ്ഥലത്ത് നിന്ന് നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ ഐക്യം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ നല്ല ഭക്ഷണം തേടി വേറെ എവിടെയും പോകണ്ട, നമ്മുടെ ഗസൽ റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ പോന്നോളൂ.